എന്നെ പിന്തുണച്ച ആരും വന്നിട്ടില്ല. പലരും വിളിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വിനയ മനസ്സുകൊണ്ട് കൂടണ്ട്. ഞാൻ നല്ല കാര്യം, വീട് പട്ടിണിയാകുമ്പോൾ മനസ്സുണ്ടെങ്കിൽ മതിയല്ലോ. കലാഭവൻ മണി ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് കരഞ്ഞു. താങ്കളെ മുന്നിൽ നിർത്തി ആഷിഖ് അബു പുതിയൊരു സംഘടന, സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഉണ്ടാക്കുന്നുവെന്ന് എന്തെങ്കിലും വാസ്തവമുണ്ടോ അതിൽ? ഒരു വാസ്തവുമില്ല. ആഷിഖ് അബു, ഞാൻ വർഷങ്ങളായിട്ട് ആഷിഖ് അബുവായിട്ട് സംസാരിച്ചിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു. അദ്ദേഹം ടി വിയിൽ എന്തോ വിനയൻ്റെ ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് വിനയൻ പറയുന്നതിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ആഷിഖ് അബു ഒക്കെ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കിയത്. അങ്ങനൊരു യാതൊരു സംഭവം, ഞാനൊരു പുതിയ യൂണിയൻ ഉണ്ടാക്കാനോ അതിൻ്റെ നേതൃത്വത്തിൽ വരാനോ താല്പര്യപ്പെടുന്നില്ല. സത്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ആഷിഖ് അബു പുതിയ യൂണിയൻ കൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാളൊരു യൂണിയൻ കൊണ്ടിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഞാൻ പറയും. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന യൂണിയനോട് ഭാവിയിൽ ഞാൻ ചിലപ്പോൾ ചേർന്നേക്കാം, അല്ലെ പ്രവർത്തിച്ചേക്കാം എന്നുള്ളതല്ലാതെ ഒരു സംഘടന ഉണ്ടാക്കാനും വിനയനില്ല. അങ്ങനെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിക്ക് ഒരു ടെൻഷനും വേണ്ട, ഞാൻ അതിനൊന്നുമില്ല. പക്ഷേ ഫെഫ്കയിലെ തൊഴിലാളികളെന്ന് പറയുന്നത് അവരെൻ്റെയും കൂടി സഹോദരന്മാരാണ്. അവർക്ക് വേണ്ടി ആദ്യം ഫൈറ്റ് ചെയ്തത് ഞാനാണ്. ആ സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് അവരോടുണ്ടെന്നുള്ളതാണ് സത്യം. മലയാള സിനിമയിലെ ഈ അപ്രഖ്യാപിത വിലക്ക് പൃഥ്വിരാജിന് അന്ന് തിരിച്ചൊരു മടക്കം സാധ്യമാക്കിയത് അത്ഭുത ദ്വീപിലൂടെ താങ്കളാണ്. ആ ഒരു കടപ്പാട് പിന്നീട് പൃഥ്വിരാജ് പ്രബലനായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു. അത്ഭുത ദ്വീപ് എന്നുള്ള ചിത്രത്തിൽ ഞാൻ പക്രുവാണ്, 2.5 അടി പൊക്കമുള്ള പക്രുവാണ് നായകൻ എന്നും പറഞ്ഞ് ഞാൻ അനൗൺസ് ചെയ്തു. എന്നിട്ട് ഞാൻ അമ്പിളിച്ച ജഗതിച്ചേട്ടൻ്റെയും കൽപ്പനയുടെയും, കൽപ്പനയാണ് ഇന്നും കൽപ്പന മരിച്ചു എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തത്. അത് പൃഥ്വിരാജാണെന്ന് പറയേണ്ട വിനയേട്ടൻ ജഗദീഷിൻ്റെയൊക്കെ ഒപ്പിട്ട് മേടിച്ചു. കാരണം ഭയങ്കര, ഇപ്പം കണ്ടില്ലേ പ്രിയനന്ദൻ്റെ ഭാഷ കേട്ടല്ലോ, പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ആ പടം നിർത്തിക്കളയുമെന്നാണ് പറഞ്ഞത്. 6 ദിവസം ഷൂട്ട് ചെയ്ത പടമാണ്. ഞാൻ റിട്ടേൺ എഗ്രിമെൻറ്റ് മേടിച്ചു ഈ താരങ്ങളുടെയൊക്കെ, ജഗതി ശ്രീകുമാർ, കൽപ്പന, ഈ പറയുന്ന ബിന്ദു പണിക്കർ, ഈ പറയുന്ന ഈ സംഘടന ഉള്ള താരങ്ങളുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് പറഞ്ഞത് ഇതിലെ നായകൻ പൃഥ്വിരാജ് കൂടെ ഉണ്ട്. കുറേ കുഞ്ഞന്മാരെ അവിടെ ദേഹത്ത് കയറ്റിയിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. മാറിയാൽ ഞാൻ കേസിന് പോകുമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട്, വലിയ നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം നടന്നു, അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ വിലക്ക് മാറിയത്. ഈ സത്യാവസ്ഥ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനൊരു പടം ചെയ്തു പോയാൽ പിന്നെ അയാൾ വിലക്കെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പൃഥ്വിരാജിനിക്ക് അനുകൂലമായിട്ടൊരു വാക്ക് പറയണം, പ്രസ്താവന നടത്തണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ ഒരുപാട് പുതുമുഖ നടീനടന്മാരെ കൊണ്ടുവന്ന ആളാണ്. ഇവരിൽ പലരും, ജയസൂര്യ ഉൾപ്പെടെ ഒരുപാട് പേര് പ്രധാനപ്പെട്ട നടീനടന്മാരായി മാറിയിട്ടുമുണ്ട്. അവരിൽ നിന്ന് പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്തൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും? ഇല്ല, തുറന്നു പറയില്ല, ആരുമില്ല. അത് എന്നെ കാണുമ്പോഴോ ഒക്കെ ചിലപ്പം മാറിപ്പോവുകയും പിന്നെ എപ്പോഴെങ്കിലും നിവൃത്തിയില്ലാതെ കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്തുണ്ട് സാർ വിശേഷമെന്ന് ചോദിച്ച് മുങ്ങുകയും ചെയ്തിരുന്ന അവസ്ഥയല്ലാതെ ഒരിക്കലും സാറിൻ്റെ ഭാഗത്താണ് ന്യായം, അല്ല സാറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അങ്ങനെയും പറയാമല്ലോ, സാറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അതുകൊണ്ട് അതും രണ്ടും പറയാതെ മാറി നിൽക്കുകയായിരുന്നു ചെയ്തത്. ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ആകെക്കൂടെ എൻ്റെ സ്മരണയിലുള്ളത് കലാഭവൻ മണി ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറിന് വേണ്ടി എനിക്കൊന്നും, ഞാനൊരു കാസറ്റ് ചെയ്യാം, എൻ്റെ കാസറ്റിന് വലിയ മാർക്കറ്റുണ്ട് ഇപ്പോൾ, അതിന് 10-50 ലക്ഷം രൂപ വരെ കിട്ടും, സാറിന് വേണ്ടി ഒരു കാസറ്റ് ഞാൻ ചെയ്യാതെ സാർ അതിൻ്റെ പൈസ. ഞാൻ പറഞ്ഞു, വേണ്ട, നിൻ്റെ ഈ സ്നേഹം ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത് മതി, നീ കാസറ്റ് ചെയ്ത് നിൻ്റെ കുടുംബം നോക്കുക. ആ സമയത്ത് ഇതുപോലെ പിന്തുണച്ച് മറ്റാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല, എന്നെ പിന്തുണച്ച് ആരും വന്നിട്ടില്ല. അത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു. പലരും വിളിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വിനയ മനസ്സുകൊണ്ട് കൂടണ്ട്. ഞാൻ നല്ല കാര്യം, വീട് പട്ടിണിയാകുമ്പോൾ മനസ്സുണ്ടെങ്കിൽ മതിയല്ലോ എന്ന് ഞാൻ തമാശ പറയും. ഞാൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്തത്, ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഈ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നത് ദിലീപാണെന്ന് താങ്കൾ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ദിലീപ് പവർ ഗ്രൂപ്പിൻ്റെ നേതാവായത്? ദിലീപ് ഇപ്പോഴും അത് തുടരുന്നുണ്ടോ? ഇല്ല, ഇപ്പം ദിലീപിന് ആ ബന്ധമില്ല. അദ്ദേഹത്തിന് പവർ ഗ്രൂപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ 2008 ഈ 2020 ഒരു പ്രൊഡക്ഷനൊക്കെ വന്നിട്ട്, 2020 എന്ന് പറഞ്ഞ പടം ഏറ്റവും വലിയൊരു സിനിമയാണല്ലോ. അത് നിർമ്മിക്കണമെന്ന് വേറെ പല സൂപ്പർ സ്റ്റാറുകൾ പോലും ചിന്തിച്ചിട്ട് പോലും ദിലീപിനെ അത് ചെയ്യാൻ പറ്റും. കാരണം അത്ര ദിലീപിന് അത്ര ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ദിലീപ് എന്ന് പറയുന്ന ആളിനെ ഇന്ന് മലയാള സിനിമയിൽ ഇപ്പോൾ എണ്ണിയാലും അയാളെ വെച്ച് ഏറ്റവും കൂടുതൽ പടം ചെയ്തത് ഞാനാന്ന് തോന്നുന്നു. 10ഓളം സിനിമകളാണ് ചെയ്തത്. പക്ഷേ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ഞാൻ സിനിമകളൊന്നും കൂടുതൽ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. രാക്ഷസ രാജാവ് വരെ 10ഓളം സിനിമകളായത്. അപ്പോൾ ദിലീപുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു.